ഗേൾസ് ഔട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. നീ പോവല്ലേ, അവൻ നിന്നെ കൊല്ലും, പിന്നെ 2-3 തെറി ആണോ? 6 മാസം മുന്നേ ഒരു ഹെർണിയയുടെ ഒരു സർജറി ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടാവില്ല. നമുക്ക് വൈകൊള്ളത്തെ പേരായതുകൊണ്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചേട്ടാ ഇത് ധൈര്യം ഉണ്ടോ? ഹായ് ആൾ, വെൽക്കം ടു മൃദ വ്ളോഗ്സ്. മൃദ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഷൂട്ടൊന്നുമില്ല, ഞാനിവിടെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുവാണെങ്കിൽ നോർമൽ ഡേയ്സിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഷൂട്ടില്ലാത്ത ദിവസങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. ധനുവിനോടൊപ്പം അങ്ങനെ ധനു യാമി അവരുടെ കൂടെ അങ്ങനെ കളിച്ച് ചിരിച്ച് പിന്നെ രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങും. ഇതൊക്കെയാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. അത് ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ. അത് ഭയങ്കര രസമായിരിക്കും. കാരണം പിള്ളേരുടെ കുറേ നോട്ടി ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു ദിവസം കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടു കാണും. രാവിലെ ഇതേ ധനുവിനെയും യാമിനെയും റെഡിയാക്കി അവരിതേ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഞാനും അനീതിയും കൂടിയിട്ട് ഒരു ഗേൾസ് ഔട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോവാം. ഞങ്ങളവിടെ കുറച്ചൊന്ന് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ അജിൻ തോമസിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇൻ്റർവ്യൂവും കൂടെ അറ്റൻഡ് ചെയ്തതിന് ശേഷം നേരെ ലുലുവിലേക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഒരു നല്ലൊരു കിടുക്കാച്ചി ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടിരിക്കുന്ന. ഒരു ഇൻ്റർവ്യൂ ഒക്കെ അല്ലേ, കുറച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആക്ച്വലി ഇന്നലെ ഇത് മേടിച്ചതേ ഉള്ളൂ. ഇതിൻ്റെ ഷോളും കൂടിയിട്ട് വരുന്നുണ്ട് ഇവിടെ. എന്താ ഒരു ഷോളും കൂടിയൊക്കെ ഇട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. താഴെ അവിടെ അനുവും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ അധികം മേക്കപ്പും കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും, പിന്നെ അതിനുശേഷം ഫേസ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ലിപ് ഷെയ്ഡും കൂടിയിട്ട് ഞാൻ യൂസ് ചെയ്യും. പിന്നെ മസ്കാര. അപ്പോൾ റെഡി ആവാം. അപ്പോൾ ഞങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട്. അവിടെയാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, ഇതാണ് നമ്മുടെ ക്യാമറമാൻ. ഓൾറെഡി ഒരു വട്ടം നമ്മുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പോൾ എവിടെ മോനെ ഇതാ ഇരിക്കുന്നു. എന്തുണ്ട് വിശേഷം? നമ്മൾ ഫസ്റ്റ് ടൈം ആണ് മീറ്റ് ചെയ്യുന്നത് അല്ലേ? പിന്നെ പറയാം, നിങ്ങളുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ആക്ച്വലി വെയിറ്റിംഗ് ആയിരുന്നു. വിളിച്ച ഉടനെ മൃദുല വന്നതിന് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം മൃദുല ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്നിരുന്നാലും നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. 10 വർഷത്തെ ഒരു ബോണ്ട് പോലെ ഉണ്ടായിരുന്നു. അതെ. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ആക്ച്വലി നിങ്ങളുടെ ഇന്റർവ്യൂ വന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ പറയാം. മൃദുല ഇപ്പം ഫ്രണ്ട്സിനോട് പറഞ്ഞു, എനിക്ക് അജിന്റെ ഇന്റർവ്യൂ അജിന്റെ അടുത്തോട്ട് പോവാ. നീ പോവല്ലേ, അവൻ നിന്നെ കൊല്ലും, പിന്നെ 2-3 തെറി ആണോ? ചീത്ത പറഞ്ഞില്ല, പക്ഷെ അവർ എന്നോട് പറഞ്ഞത് നീ വേണോ, നീ ആലോചിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. അജിന്റെ ഇന്റർവ്യൂ ആണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആൾ ചോദിക്കാന്നുള്ളത് നമ്മൾ പറയാൻ എന്നൊക്കെ കുറെ പേര് പറഞ്ഞു കേട്ടോ. പക്ഷെ എന്തായാലും രണ്ടും കൽപ്പിച്ച് അറ്റൻഡ് ചെയ്യാന്നങ്ങ് വിചാരിച്ചു. പൊളിക്കാം. അതിന്റെ ഇടയില് അപ്പൊ അനുവിന്റെ ഇന്റർവ്യൂ കൂടിയിട്ട് എടുക്കുന്നുണ്ട് ഇല്ലേനോ? അപ്പം അങ്ങനെ ഇരിക്കുവാണ്. അനുവാണെങ്കിൽ പരീക്ഷയ്ക്കുള്ള നേരത്തെ പറഞ്ഞാലേ 5 എക്സാമിനൊക്കെ ഇരിക്കുന്ന പോലെയുള്ള ഒരു ടെൻഷൻ ഇരിക്കുവാണ് അനുവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്തൊരു ക്യാമറമാൻ. ഹായ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് അനുവിന്റെ ഇന്റർവ്യൂ ആണ്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്റേത് എടുക്കുക. കാണാം.
ഹലോ ഗായ്സ്. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. വരുന്ന ടൈമിൽ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഇത് എന്താ പറയുക, എയർ ചെയ്യുന്ന ടൈമിൽ എല്ലാവരും കാണണം കേട്ടോ. ശരിക്കും മൃദുലെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും മൃദുലെ വൈബാണ്, ഈ ചിരിയാണ് മെയിൻ കേട്ടോ. 2 ഇന്റർവ്യൂവിൽ ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത കഥകളും ഉണ്ട്. ഇനി കാണുന്ന സുന്ദരി മൃദുലെ അല്ല കേട്ടോ ശരിക്കും ജീവിതത്തിൽ. ഒരുപാട് കരഞ്ഞ് 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 വന്നതാ. അപ്പൊ കാണാൻ വെയിറ്റിംഗ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. അതായത് എനിക്കൊരു 6 മാസം മുന്നേ ഒരു ഹെർണിയയുടെ ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർജറി കഴിഞ്ഞിട്ട് ഇന്ന് അതിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ GG ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാനതിൻ്റെ ബ്ലോഗൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളുടെ എന്താ പറയുക, വെൽ വിഷേഴ്സ് ആണ് കൂടുതലും ഉള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്. അപ്പോൾ അവരെയും കൂടി സങ്കടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാണ്ടിരുന്നത്. ഇപ്പോൾ ആക്ച്വലി കുഴപ്പമില്ല. 2 സൈഡും എനിക്ക് ഹെർണിയ ഉണ്ടായിരുന്നു. ബൈ ബർത്ത് ആക്ച്വലി എനിക്ക് ഉണ്ടായിരുന്നതായിരുന്നു. പിന്നെ ഡെലിവറി ആയപ്പോഴേക്കും അതെനിക്ക് ഭയങ്കരമായിട്ട് കൂടി. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സർജറി കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഓക്കെയാണ്, ബെറ്ററാണ്. എന്നാലും എൻ്റെ റൈറ്റ് സൈഡ് കാലിപ്പോഴും കുറച്ച് പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അതിൻ്റെ റിവ്യൂ ആണ്. അപ്പം ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. വലിയ ഇഷ്യൂസൊന്നും ഇല്ല. എൻ്റെ കാല് ഭയങ്കര സ്വെല്ലിങ് ഒക്കെ ഉള്ളത് കൊണ്ട് അവർ കാലൊക്കെ സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ എന്തെങ്കിലും ഇനിയിപ്പോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ന്യൂറോനെ ഒന്ന് കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വർക്കൗട്ട്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇന്നലെ മുതൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് പോകുമ്പോൾ വ്യത്യാസം വരും എന്ന് വിശ്വസിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പോകാൻ പോകുന്നത് ലുലുവിലേക്കാണ്. അപ്പോൾ ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലുലുവിൽ പോയിട്ട് ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കുക അല്ലേനോ? അത് നേരെ പോവുക, ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അവിടെ എത്തിയിട്ട് പറയാം. സർപ്രൈസ്. നമ്മൾ പോകുന്നത് ഫ്ലെമിംഗോയിലാണ്. അവിടെ ആക്ച്വലി ചൈനീസ് ഫുഡ്സൊക്കെ നിറയെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഫ്ലെമിംഗോയിൽ ഞങ്ങൾ ഇപ്രാവശ്യം ട്രൈ ചെയ്യാൻ പോകുന്ന സുഷി അല്ലേനോ? അതായത് അന്നിന് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞത് സുഷി കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ പോകാമെന്ന് വിചാരിച്ചല്ലേനോ. അവന്ന് ഓപ്പൺ ചെയ്തതിനും നമ്മൾ സുഷിയുടെ പേജാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നതിനോ. ഓ മൈ ഗോഡ്, സുഷി ആൻഡ് സാഷിമി. നോക്കട്ടെ ഇത് എന്താണെന്നുള്ളത്. ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവർക്ക് നല്ല രീതിയിൽ എഴുതി വെക്കാൻ പാടില്ല എന്തൊക്കെയാണെന്നുള്ളത്. വായിക്കൊള്ളാത്ത പേരാ. അത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടാവില്ല. നമുക്ക് വായിക്കൊള്ളാത്ത പേരായതുകൊണ്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചേട്ടാ ഇത് അടുത്തത് കാണിച്ചിട്ടേ ചേട്ടാ ഈ സാധനം മതി. ഇല്ലേ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ലേ ഗൈസ്? കമൻറ്റ് ചെയ്യൂ, അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യൂ. ഞങ്ങൾക്ക് ഇപ്പോൾ അനുഭവം ഉണ്ടായി ഗൈസ്. ഓ ഗൈസ്, അനു കണ്ടോ മീൻ പച്ചക്കാണോ ഇരിക്കുന്നത്? അത് വല്ലതും ചെയ്തിരിക്കുവാണോ? ധൈര്യമുണ്ടോ? യാ, താങ്ക് യു. ഓക്കെ ഗൈസ്, അങ്ങനെ ലൈഫിൽ ഫസ്റ്റ് ടൈം സുഷി ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. ഇത് കുറച്ച് ബാലൻസ് വെച്ചു. ഇൻ കേസ് സുഷി കഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് പിടിച്ചില്ലെങ്കിൽ ഇതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. നോക്കടേ. ഡെസേർട്ടൊക്കെ എൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ തന്നെയാണ് ഡെസേർട്ട് പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ്. പായസോ
കടല പായസം എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ബോട്ടിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഏത് ബോട്ടിൽ കിട്ടിയാലും തറയിലെറിഞ്ഞ് പൊട്ടിക്കുക, കളയുക. അങ്ങനെ എന്തോരം ബോട്ടിൽസ് ഉണ്ടെന്നറിയോ വീട്ടിൽ. എന്തായാലും നല്ലൊരു ബോട്ടിൽ നോക്കട്ടെ. മിനീസ് വില കയറിയിട്ട് ഇതെടുത്താലോ. ഈ ആമയ്ക്ക് പിന്നെ ഇത് വേണം. കരി ആമ നല്ലപോലെ വെള്ളപ്പക്കാളിയാണ്. അപ്പോൾ നീ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വണ്ടിക്ക് ബുക്ക് ചെയ്തിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അല്ലേനോ. യെസ്. അങ്ങനെ ദേ വൈകുന്നേരം 3:30 ആയപ്പോഴേക്കും അച്ഛൻ പോയി കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ദേ കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാര്യം ഞാൻ ദേ ഇപ്പോൾ കാണിച്ചു തരാം. വരുന്ന വഴിക്ക് അച്ഛൻ അവർക്ക് ലോലിപോപ്പ് വാങ്ങിച്ചു കൊടുത്തു. 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ലോലിപോപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ അവരിങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ കുട്ടികളെ ദേ അവിടെ നിന്ന് ഇറക്കി അകത്തേക്ക് നടന്ന്. അപ്പം അമ്മ ദേ കുളിച്ചിട്ട് നല്ല ദേവിയായിട്ട് നല്ല അടിപൊളിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് റെഡിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ കുട്ടികളെ 2 പേരെയും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചിപ്പിച്ചു. പിന്നെ 2 പേരെയും കുളിപ്പിച്ചു. ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞിരുന്നപ്പോൾ നമ്മുടെ സരസ്വതി വിദ്യാലയത്തിൽ നിന്നും ടീച്ചേഴ്സും അവിടുത്തെ മെയിൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന 29th അവർക്ക് 19th ആനിവേഴ്സറി ആണ്. സോ അവിടെ ഗസ്റ്റായിട്ട് അവരെന്നെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരിട്ട് കണ്ട് തന്നെ അവർക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് അവർ വന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പതിയെ നേരെ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് ഒന്ന് സെറ്റായി. അങ്ങനെ ദേ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗായ്സ്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.